ഹായ് ഗൈസ്, അപ്പം നമ്മളിപ്പം റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. നമ്മളിൻ്റെ അടുത്ത് പോകുന്നത് എവിടെയാണ്? എവിടെയാണ്? മൂന്നാർ. ഗൈസ്, മണി 9 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷെ ആരും ഒരു ഉത്തരവാദിത്വം ഇല്ല കാണിക്കാത്തതുകൊണ്ട് ആരും ഇറങ്ങിയിട്ടില്ല. എനിവേ ഞാൻ രാവിലെ കുളിച്ച് ഗൈസ്. എൻ്റെ സമയം നല്ല സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി ഞാൻ കറക്റ്റ് എനിക്ക് ഇന്നലെ പൂളിലൊക്കെ ഇറങ്ങണമെന്നുണ്ടല്ലോ ഗൈസ്. എല്ലാം പോകും. ഇതാ ഗൈസിൻ്റെ ടീം ലീഡർ. എനിക്കറിയാമായിട്ടില്ലോ അല്ലേ? അപ്പോൾ ഗൈസ് ഇവിടെ ഫുഡൊന്നുമില്ല. വിശന്നിട്ട് കിളി കാണാം. വയറൊക്കെ ഭയങ്കര വേണം ഗൈസ്. വിശന്നിട്ട് സാധനം ഇല്ല തിന്നാൻ. ചേച്ചി പിന്നെ ഒരു ബർബണ്ട് ബിസ്ക്കറ്റ് തന്നു ഗൈസ്. ഇനി നമ്മളെല്ലാവരും ഇറങ്ങിയിട്ട് ഇവിടെ നേരെ പോകുന്നതായിരിക്കും. ബസ്സിലാണ് പോകുന്നത്. എത്ര സമയം എടുക്കുമെന്ന് അറിഞ്ഞൂടാ. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 40 പേരാട്ടോ ഉള്ളത്. 40 പേരാണുള്ളത്. എനിക്ക് പോകാൻ പോകുന്നത് ഗൈസ്. എനിക്ക് ഭയങ്കര വയറ് വേണം ഗൈസ്. ഏത് നല്ല കാര്യം എനിക്ക് പിന്നെ ഇങ്ങനെയാണ് വരാം. എന്തെങ്കിലും ഒരു തടസ്സം. അപ്പം ബാക്കി ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു കേട്ടോ. എന്റെ പിള്ളേരെ എല്ലാരും എണിച്ചാണ് പോയി എവിടെ വിഷയം അപ്പോൾ ഗൈസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ മൂന്നാർ പോകണമെന്നാണ്. പക്ഷേ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ് ഗൈസ്. നമ്മൾ അടിമാലിയിലാണ് കേട്ടോ പോയത്. അടിമാലിയിൽ പോയിട്ടാണ് ഞങ്ങൾ റിസോർട്ട് എടുത്തത്. അപ്പം അടിമാലിയിൽ പോണ വഴിയിലുള്ള കാഴ്ചയാണ് ഗൈസ്. നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് വെച്ചിട്ട്. ഇതാണ് കേട്ടോ മുസ്തഫ ചേട്ടൻ. നമ്മുടെ ടീമിലെ ടോപ്പ് PR ആയിരുന്നു ഗൈസ്. ഓരോരുത്തരുടെ ഡിസ്പാച്ചൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പം കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ വേറെ ടീം ലീഡറായി ഗൈസ്. ചേട്ടൻ വൈബാണ് കേട്ടോ. അങ്ങനെ ബസ്സിലെല്ലാവരും ഫുൾ ഓൺ വൈബായിരുന്നു. എനിക്ക് പേടിച്ചു, കാരണം ഞാൻ തുള്ളി മറിക്കാനൊന്നുമില്ല. പാട്ടും കേട്ട് ഇതിലിരുന്ന് ഞാൻ ഭയങ്കര വിഷ്ണുജി ഞാൻ വേറെ റൂട്ട് കൊണ്ടുപോയില്ലെങ്കിലാ
അങ്ങനെ ഗൈസ് നമ്മൾ റിസോർട്ട് ഞാൻ റിസോർട്ടിൻ്റെ പേര് മറന്നുപോയി ഗൈസ്, എനിക്ക് പേര് ഓർമ്മയില്ല. പക്ഷേ റിസോർട്ടൊക്കെ സൂപ്പറായിരുന്നു ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനത്തെ ഒരു റിസോർട്ടിൽ ഇതുവരെ സ്റ്റേ ചെയ്തിട്ടില്ല. എന്താ പറയുക, നമുക്ക് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ, ഫുള്ളൊരു തണുത്തൊരു അന്തരീക്ഷം ഗൈസ്. എങ്ങനെ എനിക്കത് വിവരിക്കണമെന്ന് അറിഞ്ഞുകൂടാ. സൂപ്പറായിരുന്നു ഗൈസ്. അവിടെ അടിച്ച് പൊളിച്ചു കുറച്ച് നേരം. എനിക്ക് എൻ്റെ ഹെൽത്ത് ഓക്കെ അല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഒരു തുള്ളി മറിക്കാനൊന്നും നിന്നില്ല ഗൈസ്. പക്ഷേ ഞാൻ എൻജോയ് ചെയ്തു. പക്ഷേ അവിടുത്തെ ലൈഫ് എനിക്ക് പൂളിലൊന്നും ഇറങ്ങാൻ പറ്റില്ല. അതിൻ്റെയൊക്കെ വിഷമമുണ്ട് ഗൈസ്. അവിടേക്ക് ഇറങ്ങണം എന്ന് ഒരു ആഗ്രഹം കൊണ്ടോട് കൂടിയാണ് ഞാൻ ഈ ഇതിൽ വേണ്ടി പോയത് ഗൈസ്. പിന്നെ എന്താ പറയണ, നല്ല കോടയാണ് കേട്ടോ. നല്ല ആ സമയത്ത് ആ നല്ല മഞ്ഞിൻ്റെ ഇടയിൽ നല്ല ചെറിയ മഴച്ചാറ്റിലും, മഴ വലുതായിട്ട് ഉറച്ചു പെയ്തില്ല എങ്കിലും ചെറിയൊരു മഴച്ചാറ്റിലും ഒരു വൈബായിരുന്നു ഗൈസ്. എങ്ങനെ നോക്കിയാലും വൈബായിരുന്നു. തിരിഞ്ഞ് നോക്കിയാലും മറന്ന് നോക്കിയാലും കമന്ന് നോക്കിയാലും ഒക്കെ വൈബായിരുന്നു ഗൈസ്. അങ്ങനെ എന്താ പറയുക, ബസ്സിൽ ഞാൻ ഒറ്റയ്ക്ക് സുഖം പിടിച്ചിരുന്നു ഗൈസ്. ആ സീറ്റിൽ മുസ്തഫ ചേട്ടൻ കുറേ കഴിഞ്ഞപ്പോൾ എഴുതി പോയിട്ട് അപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു അതിനകത്ത്. പിന്നെ സുഖമായിട്ട് എഴുന്നും കിടന്നും നിന്നും ഒക്കെ ഞാൻ ഡാൻസ് കളിച്ചു ഗൈസ്. നിന്ന് കളിച്ചില്ല, ഇരുന്ന് കളിച്ചു ഗൈസ്. എന്നിട്ട് എല്ലാവരും ഡാൻസും ഞാൻ താളം പിടിച്ച് പാട്ടൊക്കെ പാടി ഗൈസ്. ബസ്സിൽ അവരെയും കൂടി ഞാൻ ചില്ല വൈബാക്കി. പക്ഷേ ഞാൻ നമ്മുടെ ഓഫീസിലെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങിയ ആ രാത്രി ഞാൻ സൂപ്പറായിട്ട് ഡാൻസ് കളിച്ച് മറിഞ്ഞ കേസ്. അതിൻ്റെ വിപരീത ഫലം കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിങ്ങനെ. ഇതാണ് ഗൈസ് നേച്ചർ കാസ്കേഡ് ഫോറസ്റ്റ് റിസോർട്ട്. ഫോറസ്റ്റ് ഇല്ല, കാസ്കേഡ് റിസോർട്ട് മാത്രം. ഇത് കയറുമ്പം ഇതായിട്ടാണോ നമ്മുടെ ഡൈനിങ് കഴിക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഇതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. റൂം ഞാൻ കാണിച്ചു തരാം, അകത്ത് പോയിട്ട് പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇതുമാണ് നമ്മളെ പൂളിലോട്ട് പോണ വഴി. ചേച്ചി സേ ഹായ്. തെക്കണ്ടില്ലേ ഗൈസ്, ഇതാണ് ഫ്രണ്ടിൽ നോക്കുമ്പോഴുള്ളൊരു വ്യൂ. നമുക്ക് താഴോട്ട് പോകാം ഗൈസ്. ഇതെല്ലാം കൊണ്ട് അവിടെ പോയാ വെള്ളത്തി വീണാ നമ്മളെ ട്രിവാൻഡ്രം ടീം ഫുള്ളുണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ ടീമിൽ നിന്ന് മാത്രമേ ഉള്ളൂ. സെലക്റ്റഡ് കുറച്ച് എക്സിക്യൂട്ടീവ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ TLs ആൻഡ് RMs ടോപ്പ് പെർഫോമൻസ് കാര്യം. പിന്നെ ഞാൻ എന്ന് വെച്ചാൽ എനിക്കൊരു സിംഗിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് എല്ലാം സെറ്റാണോ. ഞാൻ എൻ്റെ പുറത്തെല്ലാം കാണിച്ചു തരാം. പിന്നെ ഇവിടെ മെയിനായിട്ട് ഫസ്റ്റ് നോക്കിയതാണ് ഈ സാധനം ഗൈസ്. ഇതെല്ലാം ഞാനത് കൊണ്ടുപോകും. ഒരു സോപ്പുണ്ട്, ഒരു മെഡിമിക്സിൻ്റെ കുഞ്ഞ് സോപ്പുണ്ട്, പിന്നെ ഒരു ലെക്സിൻ്റെ സോപ്പുണ്ട്, ഒരു കോൾഗേറ്റ് പേസ്റ്റ് ഉണ്ട്, 2 ബ്രഷുണ്ട്, പിന്നെ ഇതൊക്കെ എന്താണ് ഷാമ്പൂ, മോയ്സ്ചറൈസർ, ബോഡി വാഷ്. ഇതെല്ലാം ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പം ഇതെല്ലാം ഞാൻ തൂക്കുന്നതായിരിക്കും. എല്ലാ റൂമിലും തൂക്കണമെന്നാണ്. കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുത്തൊന്നുമില്ലേ, നമ്മൾ എടുത്തോണ്ട് ആവശ്യമൊന്നുമില്ല. ഗൈസ് ഒരു TV ആണ് ഗൈസ് ഇവിടെ. റൂമൊക്കെ ഉള്ള ഗൈസ്. എനിക്ക് വാഷ്റൂമാണ് എടുത്ത് പറയാനുള്ളത്. കാണിച്ചതാ കണ്ടോ, നല്ലൊരു ലക്ഷറി വാഷ്റൂം. ഈ റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഗൈസ് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാൻ ഇങ്ങനത്തെ വന്നിട്ടില്ലാത്തത് കൊണ്ടാവും ഇങ്ങനെയൊക്കെ. എനിവേ കൊള്ളാം. അപ്പോൾ നമ്മൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേനും കപ്പയും നല്ല മുളക് ചമ്മന്തിയും കൊണ്ടുവന്ന്. അപ്പം എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പൂളിലാണ് ഗൈസ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ റിസോർട്ട്? എങ്ങനെയുണ്ട് ഇപ്പം 6:30 മണിയായി. ഈ സമയമായിട്ട് നമ്മൾ പൂളിൽ തന്നെ ഇങ്ങനെ കിടക്കുവാണ്. ഞാനില്ല ഗൈസ്. അവൻ ഗൈസ് ASM ഓൺ ഫയർ ആണ് ഗൈസ്.
അങ്ങനെ ഗൈസ് ഞങ്ങൾ അവിടെ നിന്ന് പിറ്റേ ദിവസം ഒരു 12 മണിയോടെ അവിടെ നിന്ന് റൂം വെക്കേറ്റ് ചെയ്തായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതാണ്. ഇന്ന് നമ്മളിവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ പിന്നെ തിരിച്ച് പോയി ഗൈസ് വീട്ടിലോട്ട്. പിന്നെ ഇടയ്ക്ക് അവരൊക്കെ ഇറങ്ങിയിട്ട് എന്തോ പർച്ചേസ് ചെയ്തായിരുന്നു കേട്ടോ മൂന്നാറിൽ നിന്ന്. എൻ്റെ കയ്യിൽ ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇറങ്ങില്ല. ഞാൻ ബസ്സിൽ കിടന്ന് സുഖമായിട്ട് ഇറങ്ങി ഗൈസ്. അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇവിടെ മൂന്നാർ ട്രിപ്പ് വൈബ്. സീ യു നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ.